മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ, വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. തൃത്താല കൂറ്റനാട് നടന്ന സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ബൂട്ടണിഞ്ഞ മന്ത്രി MP രാജേഷ്. മണ്ഡലത്തിൽ കേരളോത്സവത്തിൽ പങ്കെടുത്ത 500 ക്ലബ്ബുകൾക്കുള്ള ഫുട്ബോൾ വിതരണ ചടങ്ങിന്റെ ഭാഗമായാണ് സൗഹൃദ ഫുട്ബോൾ മത്സരവും ഒരുക്കിയത്. തൃത്താല മണ്ഡലത്തിലെ കേരളോത്സവത്തിൽ പങ്കെടുത്ത 500 ക്ലബ്ബുകൾക്കാണ് ഫുട്ബോൾ വിതരണം ചെയ്തത്. കൂറ്റനാട് കണിച്ചിറമാളിലെ എസ്റ്റോഡിയ ടർഫിൽ നടന്ന ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ മുഖ്യാതിഥിയായിരുന്നു. മന്ത്രി MP രാജേഷ് ഫുട്ബോൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലോകത്താകെ പരീക്ഷിച്ച് വിജയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സ്പോർട്സിനെ ഉപയോഗിക്കാം എന്നത്. അതുകൊണ്ടാണ് തൃത്താലയിലെ ക്ലബ്ബുകൾക്കെല്ലാം സ്പോർട്സ് കിറ്റുകൾ കൊടുക്കാം എന്നാലോചിച്ചത്. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾക്ക് മാത്രമേ കൊടുക്കാനാവൂ. അപ്പോൾ കണക്കെടുത്തു നോക്കിയപ്പോ തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബുകൾ 56 എണ്ണമേ ഉള്ളൂ. എന്നാൽ രജിസ്റ്റർ ചെയ്യാത്ത ക്ലബ്ബുകൾ 400-ലധികമുണ്ട്. MLA ഫണ്ട് കൊണ്ട് രജിസ്റ്റർ ചെയ്യാത്ത ക്ലബ്ബുകൾക്ക് കൊടുക്കാൻ നിർവാഹമില്ല, അനുമതിയില്ല. അതുകൊണ്ടാണ് വിമുക്തി വഴി സ്പോൺസർഷിപ്പ് മുഖേന എളുപ്പത്തിൽ ലഭ്യമാക്കാവുന്ന ഫുട്ബോള്, മികച്ച ഫുട്ബോളാണ് കൊടുക്കുന്നത്. അത് എല്ലാ രജിസ്റ്റർ ചെയ്യാത്ത ക്ലബ്ബുകൾക്കും കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. ഇത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത 56 ക്ലബ്ബുകൾക്ക് പൂർണ്ണമായ സ്പോർട്സ് കിറ്റ് തന്നെ കൊടുക്കുന്നുണ്ട് എന്ന കാര്യവും ഞാനിവിടെ അറിയിക്കുകയാണ്. ഭാവിയിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ നമുക്ക് അവർക്ക് കൂടി കൊടുക്കാൻ പറ്റും. ഒരു ദീർഘമായ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. സന്ദേശം വളരെ വ്യക്തമാണ്. നോ ടു ഡ്രഗ്സ്. ആ മെസ്സേജ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നാം സ്പോർട്സിനെ ഉപയോഗിക്കുന്നത്. നോ ടു ഡ്രഗ്സ്, സ്പോർട്സ് ഫോർ പ്രോഗ്രസ്. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. ജനപ്രതിനിധികളും മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് സൗഹൃദ ഫുട്ബോൾ മത്സരവും നടന്നു. മന്ത്രിയും ഫുട്ബോൾ മത്സരത്തിൽ ബൂട്ടണിഞ്ഞു. ഗംഭീര